ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. ആ സിനിമയുടെ റിവ്യൂ ആണ്. ഈ സിനിമ സംവിധാനം ചെയ്തത് നമ്മുടെ ജിത്തു ജോസഫ് ആണ്. അപ്പൊ നേരത്തെയും മൈ ബോസ് പോലെയുള്ള കോമഡി സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോയത്. ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ ഗ്രേസ് ആന്റണി, സിദ്ദിഖ്, സൈജു കുറുപ്പ് ഒക്കെ ചെറിയ റോളിലേ ഉള്ളൂ. പിന്നെ മനോജ് കെ ജയൻ, നിഖില വിമൽ, അങ്ങനെ കുറച്ച് പേരാണ്. അപ്പൊ ഞാൻ പോയിരുന്നു. തുടക്കത്തിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ത്രെഡായിരുന്നു. നമ്മൾ ആ ഒരു ത്രെഡ് വലിയ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ നായകൻ ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ MD ആണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ ഒരു ഇതിനെപ്പറ്റി വലിയൊരു നോളജ് ഒന്നും ഇല്ല, ഇങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത്. അത് നല്ലൊരു ത്രെഡ് വന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ കുറെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. പക്ഷേ കോമഡി ഫിലിം എന്ന് പറയുകയാണെങ്കിലും നമ്മളൊരു സിറ്റുവേഷൻ വന്നു, പക്ഷെ അത് കോമഡി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. തുടക്കത്തിലെ ആ ഒരു സിറ്റുവേഷൻസ് പിന്നീട് സിനിമയിൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് കോമഡി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ മൈ ബോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കോമഡി രംഗങ്ങളുണ്ട്. ഇപ്പൊ സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ അങ്ങനെ ഒരു നിലയിലാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ടെക്നിക്കായിട്ടോ വലിയ ഒരു കാര്യങ്ങളോ ഒന്നും പറയാൻ അറിയത്തില്ല. സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ കൂടി നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ചിരി തോന്നണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ചിരി ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു മനോജ് കെ ജയൻ, സിദ്ദിഖ്, ഇവരൊക്കെ വെള്ളം അടിച്ചിട്ടുള്ള റോളുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചിരിയൊന്നും തോന്നുന്നില്ല. പ്രധാനമായിട്ട് ഇതിനകത്ത് അഭിനയിച്ച ആളുകളുടെ ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി തുടങ്ങിയവരുടെ പ്രകടനങ്ങൾ, അതുപോലെ ബൈജു, ഇവരുടെ പ്രകടനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇതിനകത്ത് കോമഡി ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഒന്നോ രണ്ടോ സീനുകളിൽ നമുക്കൊരു ചിരി തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കുറച്ച് മുന്നേ വർഷങ്ങൾ 10-20 വർഷം മുന്നേ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളായിട്ടുള്ള റാംജി റാവു സ്പീക്കിംഗ്, അതുപോലെ പ്രിയദർശന്റെ ചന്ദ്രലേഖ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ എന്ന് പറഞ്ഞാല് ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ നമുക്ക് ചിരി വരുന്നില്ല. ഓരോ സിറ്റുവേഷൻസ് ഇങ്ങനെ നടക്കുന്നു. അതുപോലെ എങ്ങും എത്താത്ത പോലെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. ഇതിന്റെ അടുത്ത പാർട്ട് വന്നേക്കാം എന്നും പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ചറവറയായിട്ടുള്ള പാർട്ടുകൾ ഇങ്ങനെ എടുത്തു കൂട്ടുന്നത്? ഒരു സിനിമ എടുത്ത് അത് നല്ല രീതിയിൽ ഒരു നർമ്മം ഇല്ലെങ്കിൽ കൂടി നമുക്കിത് ഒരു ത്രില്ലറാണോ അതൊരു കോമഡി ഫിലിമാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണത്. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല ഈ ഒരു പടം. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. നിങ്ങളൊന്ന് പോയി നോക്കാം. നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും പറയില്ല തിയേറ്ററിൽ പോയിട്ട് ഫാമിലി ആയിട്ട് ചിരിച്ച് മറിയാൻ പറ്റിയ ഒരു ഫിലിമാണെന്നൊന്നും എനിക്ക് പറയാൻ ഒരിക്കലും സാധ്യമല്ല. തുടക്കത്തിലെ ഒരു 10-20 മിനിറ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുപോലെ ഈ ഗ്രേസ് ആന്റണിയുടെ ഫ്ലാറ്റിൽ റൂമിൽ കയറിയിട്ടുള്ള കുറച്ച് സീനുകളും അവരുടെ ആ ഒരു പ്രകടനവും, ബേസിൽ ജോസഫിന്റെ, ഗ്രേസ് ആന്റണിയുടെ, ബൈജുവിന്റെ ചില പ്രകടനങ്ങളൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നി എന്നല്ലാണ്ട് ഈ പടത്തെ കുറിച്ച് എനിക്ക് വേറെ പോസിറ്റീവായിട്ട് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. താഴെ നിങ്ങൾ കമന്റ് കണ്ടതിന് ശേഷം കമന്റ് വന്ന് പറയുക. സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു അഭിപ്രായമാണിത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് കാണാം.